അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, നിത്യസത്യമായ ദേവി നിർമ്മലേ നമസ്തുതേ. ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. മോള് നാമം ജപിക്കുകയായിരുന്നു അല്ലേ? നന്നായി. നല്ല ശീലങ്ങളൊന്നും മുടക്കരുത്. അമ്മയുടെ അമ്മ അടുക്കളയിലാണ്. അവൾക്ക് പണി ഒഴിഞ്ഞിട്ട് ഒന്നിനും നേരമില്ല. മോള് പോയി അച്ഛനൊരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരും. ശരി അച്ഛാ. ഹോ, എന്തൊരു ചൂട്! മീനമാസമായിട്ടില്ല, എന്നിട്ടും എന്തൊരു ചൂടാ! കൃഷ്ണ ഗുരുവായൂരപ്പ. ഇതാ അച്ഛ വെള്ളം. അതിങ്ങ് തരൂ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും ടൂറ് പോകുന്നുണ്ട്. വൺ ഡേ ടൂറാണ് കൊച്ചിയിലേക്ക്. വീഗാലാൻഡും ഷിപ്പ്യാർഡും എല്ലാം കാണാനുണ്ട്. എനിക്കും പോകണം അച്ഛാ. അതൊന്നും വേണ്ട. ടൂറൊന്നും നമുക്ക് ശരിയാവില്ല. ഇത്രയും ചെറിയ കുട്ടികളൊക്കെ ടൂറ് പോയാൽ ടീച്ചർമാർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചെന്ന് വരില്ല. റോഡിനാണെങ്കിൽ വണ്ടികൾ തട്ടിയിട്ട് നടക്കാൻ പോലും പറ്റില്ല. പിന്നെ വല്ല വെള്ളത്തിലോ മറ്റോ വീഴോ, ഒന്നും വേണ്ട. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛാ. എത്രയോ കുട്ടികളാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നും തന്നെ പോകുന്നത്. അവരൊക്കെ വീട്ടിൽ നിന്നും വിടുന്നില്ലേ? പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട. വെറുതെ തർക്കിക്കാൻ ഞാനില്ല. എന്താണ് അച്ഛനും മകളും തമ്മിലൊരു തർക്കം? ഒന്നുമില്ല. അവൾക്ക് സ്കൂളിൽ നിന്ന് ഒരു വൺ ഡേ ടൂറുണ്ടത്രേ, അതിന് പോകണമെന്ന്. അതൊന്നും നമുക്ക് പറ്റിയതല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ബഹളമായിരുന്നു. കുട്ടികൾ ടൂറൊക്കെ പോകട്ടെ മാഷെ. അവർ ലോകം കാണട്ടെ, മനുഷ്യരെ അറിയട്ടെ. അനുഭവങ്ങളല്ലേ അവരെ പക്വതയുള്ള മനുഷ്യരാക്കുന്നത്. തോമസേ, നിന്റെ ലോജിക്കിനോടൊക്കെ എനിക്ക് യോജിപ്പ് തന്നെ. യാത്രയൊക്കെ ഞങ്ങളുടെ കൂടെ ആകാമല്ലോ. കുട്ടികൾ തന്നെ പോയാൽ ഒരു കൺട്രോളും ഉണ്ടാവില്ല. നിങ്ങൾ പോകുന്നത് മുഴുവനും തീർത്ഥാടന കേന്ദ്രങ്ങളിലല്ലേ? കുട്ടികൾക്ക് വേറെ പ്ലാനൊക്കെ കാണും. എന്തുണ്ട് വിശേഷം ലീനമോളെ? എനിക്ക് കല്യാണിയുടെ നോട്ട്ബുക്സ് വേണം മാഷെ. എൻ്റെ കുറേ ക്ലാസ് പോയി കഴിഞ്ഞ ആഴ്ച. ഞാൻ ഓൾ ഇന്ത്യ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് പോയിരിക്കുകയായിരുന്നു. കല്യാണി പറഞ്ഞിരുന്നു ലീനമോള് മത്സരത്തിന് പോയിരിക്കുകയാണ്. എന്നിട്ട് എന്തായി? മാഷെ, എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി. ഫൈനലിന് കടുത്ത മത്സരമായിരുന്നു. ചെറിയ വ്യത്യാസത്തിന് തോറ്റതാ, സാരമില്ല. അടുത്ത പ്രാവശ്യം ഞാൻ ടൂർണമെന്റിൽ ജയിച്ചിരിക്കും. അത് കൊള്ളാമല്ലോ. എന്തായാലും കൺഗ്രാജുലേഷൻസ്. കല്യാണി, ലീനമോൾക്ക് ആ ബുക്സൊക്കെ ഒന്ന് എടുത്ത് കൊടുക്ക്. ഇതൊക്കെ നല്ലത് തന്നെ. പെൺകുട്ടികളല്ലേ, കുടുംബജീവിതമല്ലേ അവർക്ക് പ്രധാനം. ഇതുകൊണ്ടും ഗുണമുണ്ടാകും മാഷെ. അവർക്ക് ജീവിതത്തിൽ വിജയിക്കാനായി ഇതും ഒരു കാലത്ത് ഉപകാരപ്പെടും. എന്തോ എനിക്കിതൊന്നും മനസ്സിലാകുന്നു തോന്നണില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മാഷെ. ബൈ കല്യാണി. അച്ഛാ, ലീനക്ക് പൈലറ്റ് ആകണം എന്നാണ് ആഗ്രഹം അത്രേ. ആകാശത്ത് കൂടി പറന്നു നടക്കാൻ എന്ത് രസമായിരിക്കും. അച്ഛാ, എനിക്കും പൈലറ്റ് ആകണം. മോളെ, പൈലറ്റ് ആകാൻ പഠിക്കാനൊക്കെ ഒത്തിരി പണം വേണം. അത് തന്നെയല്ല, അതൊന്നും നമുക്ക് പറ്റിയതല്ല മോളെ. മോള് കല്യാണമൊക്കെ കഴിച്ച് നല്ലൊരു കുടുംബിനിയായി ഭർത്താവും മക്കളുമായി കഴിയുന്നത് കാണാനാണ് അച്ഛന് ഇഷ്ടം. ഈ അച്ഛൻ എപ്പോഴും കല്യാണം കല്യാണം എന്ന വിചാരം മാത്രമേ ഉള്ളൂ. അതൊക്കെ മോൾക്ക് പതിയെ മനസ്സിലായിക്കോളും. ഇപ്പം മോള് പോയിരുന്ന് പഠിച്ചോളും. ഇവിടെ ആരും ഇല്ലേ? അമ്മായിയേ, അമ്മാവോ? ദിനേശനോ? വാടാ, എന്തുണ്ട് വിശേഷം? ഒത്തിരി നാളായല്ലോ നിന്നെ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. തിരക്കോട് തിരക്കല്ലേ അമ്മായി. ജോലിയുടെ തിരക്ക്, പിന്നെ അസോസിയേഷന്റെ ചുമതല, ഒന്നും പറയണ്ട. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ആറ്റുകാൽ ബാലകൃഷ്ണൻ എന്ന് കേട്ടിട്ടില്ലേ? വളരെ പേര് കേട്ട ജ്യോത്സ്യനാണ്. ഇവിടെ അടുത്തൊരു പരിപാടിക്ക് വന്ന ഞാൻ കയ്യോടെ കൂട്ടിക്കൊണ്ടു വന്നു. നമ്മുടെ കല്യാണിയുടെ ജാതകം ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച.
മൂപ്പരെന്താണ് പറയുന്നതെന്ന് അറിയാലോ. ഓ, അതൊക്കെ വേണോ? ഇതിലൊന്നും അവൾക്കൊട്ടും താല്പര്യമില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവുമോ? അമ്മായി അമ്മാവനെയും കൂടി ഒന്ന് വിളിക്ക്. മൂപ്പര് വെളിയിൽ നിൽക്കുക, ഞാൻ വരാൻ പറയാം. നമസ്കാരം. ഇരിക്കൂ ഇരിക്കൂ. ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. താങ്കളുടെ പ്രശസ്തി വാനോളമല്ലേ? അങ്ങനെ വലുതായി ഒന്നുമില്ല. എങ്കിലും നിങ്ങളെപ്പോലുള്ള ആളുകൾ പറയുമ്പോൾ ഒരു സന്തോഷം. ആ ജാതകം അങ്ങോട്ട് കൊടുത്തോളൂ. ജോൽസിനതൊന്ന് നോക്കട്ടെ. ഓം കുംഭസ്വാഹ. 4 ശനി, 7 ചൊവ്വ, 8 ശുക്രൻ, 9 ഗുളികൻ. രാഹു 7-ാം ഭാഗത്തിലാണ്. ലഗ്നത്തിൽ വിഘ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ശുക്രദശയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ എന്താണ് കാണുന്നത്? കുട്ടിയുടെ ജാതകത്തിൽ വിവാഹയോഗം ഇപ്പോഴാണ് ഏറ്റവും ശക്തമായി കാണുന്നത്. അതിനാൽ വിവാഹം ഉടൻ നടക്കണം. ഉടൻ നടത്താനോ? അതെ, എത്രയും പെട്ടെന്ന്. പറ്റുമെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ. അല്ലെങ്കിൽ പിന്നെ ഒരു 30 വയസ്സ് അടുത്ത് മാത്രമേ മംഗല്യയോഗം കാണുന്നുള്ളൂ. അത് തന്നെയുമല്ല, താമസിച്ചു വിവാഹം നടന്നാൽ അനിഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. അനിഷ്ടമെന്ന് വെച്ചാൽ ഒന്ന് തെളിച്ചു പറ ജോത്സരെ. എന്നുവെച്ചാൽ വിവാഹം താമസിച്ചാൽ വൈധവ്യത്തിന് പോലും സാധ്യത കാണുന്നു. വരന് അപകടമരണമോ അങ്ങനെ മറ്റോ. എന്റെ ദൈവമേ! എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്താണെന്ന് വച്ചാൽ ആലോചിച്ച് തീരുമാനിക്കുക. ഞാൻ ജാതകത്തിൽ കണ്ടത് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. അറിയാലോ, ജോത്സ്യം മഹാദിവ്യനാണ്. ഇതുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം അച്ചട്ടായിട്ട് നടന്നിട്ടുണ്ട്. വേണ്ടതുപോലെ ആലോചിച്ച് ചെയ്യുക. അല്പം തിരക്കുണ്ട്, ഞാനെന്ന് ഇറങ്ങട്ടെ. ജോത്സ്യം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? കേട്ടു. പക്ഷെ കല്യാണമൊക്കെ ഇങ്ങനെ എടുപ്പിടിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. ജോത്സ്യൻ അങ്ങനെ വെറുതെ പറയുമോ? അതെ, ഇനി അധികം ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. കല്യാണിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. ഞാൻ 1-2 ബ്രോക്കർമാരായിട്ടൊന്ന് സംസാരിക്കട്ടെ. അമ്മേ, ലീന പൈലറ്റ് ആകാൻ പോകുക. അവൾക്ക് പൂനെ ഏവിയേഷൻ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ആഹാ, അത് കൊള്ളാലോ. മോള് പഠിച്ച് വലുതായി ഒരു മിടുക്കി പൈലറ്റ് ആകട്ടെ. എല്ലാവിധ അഭിനന്ദനങ്ങളും മോളെ. താങ്ക് യു മാഷേ. എന്നാണ് കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടത്? അടുത്ത ആഴ്ച പോകണം മാഷേ. അതിനു മുൻപ് ഒത്തിരി കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. ദിനേശ് മാമനും വേറൊരാളും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടല്ലോ. ആരാണമ്മേ അയാൾ? അത് ജോത്സ്യനാണ് മോളെ. അച്ഛൻ നിന്റെ ജാതകം നോക്കാൻ കൊടുത്തു. അദ്ദേഹം കവടി നിരത്തി നോക്കിയപ്പോൾ നിന്റെ കല്യാണം ഉടനെ നടത്തണമെന്നാ പറഞ്ഞത്. ഉടനെയോ? അതൊന്നും പറ്റില്ല. എനിക്ക് ഇനിയും പഠിക്കണം അച്ഛാ. പിന്നൊരു ജോലി, അത് കഴിഞ്ഞ് മതി കല്യാണം എന്നല്ലേ നമ്മൾ തീരുമാനിച്ചത്. അതൊക്കെ ശരി തന്നെ. ജാതകം നോക്കി. പക്ഷെ ജോത്സ്യൻ പറഞ്ഞത് ഇപ്പം വിവാഹം നടത്തിയില്ലെങ്കിൽ പിന്നെ 30 വയസ്സിലേ നടത്താൻ പറ്റുള്ളൂ എന്നാണ്. എനിക്കതായാലും കുഴപ്പമില്ല. ആഹാ, അതൊന്നും നീയല്ല തീരുമാനിക്കുന്നത്. അച്ഛൻ ബ്രോക്കറുമായി സംസാരിക്കാൻ പോവാണ്. നല്ല ആലോചന ഒത്തു വന്നാൽ അത് നടത്തും. അത് നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഓ, അതൊക്കെ കല്യാണം കഴിയുമ്പോൾ ശരിയാവും.
നിങ്ങൾ ബ്രോക്കറുമായിട്ട് സംസാരിച്ച് വല്ല നല്ല ആലോചനയും ഉണ്ടോ എന്ന് ചോദിക്ക്. അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഹോ, ചൂടിന് ഒരു കുറവുമില്ലല്ലോ. വരൂ വരൂ, എന്തുണ്ട് മോളെ വിശേഷം? ആ, അവള് ഫൈനൽ എക്സാം ഒക്കെ പാസ്സായി പൈലറ്റായെന്ന് പറയാൻ വന്നതാണ്. അതെ അമ്മേ, ഞാൻ പൈലറ്റ് ട്രെയിനിങ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ഇപ്പോൾ ഒരു എയർലൈനിൽ ട്രെയിനിയായി അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷം മോളെ. ഇനി ഞങ്ങൾക്ക് ലീന പറപ്പിക്കുന്ന പ്ലെയിനിൽ ഒന്ന് കയറണം. അമ്മേ, കല്യാണിക്കും മോൾക്കും എന്തുണ്ട് വിശേഷം? വളരെ നാളായി ഞാൻ അവളോട് സംസാരിച്ചിട്ട്. എനിക്ക് അവളുടെ മൊബൈൽ നമ്പർ ഒന്ന് തരണേ. അവൾക്കും മോൾക്കും സുഖമാണ് ലീന മോളെ. അതിനെന്താ, നമ്പർ തരാലോ. കല്യാണിയുടെ വിവാഹം കഴിഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ മോളോടൊപ്പം അങ്ങ് ബോംബെയിലായതിനാൽ പിന്നെ കൂടുതലൊന്നും ചോദിക്കാനും പറ്റിയില്ല. ഓ, അതൊന്നും സാരമില്ലെന്നേ. അവൾക്ക് ഭാഗ്യം കൊണ്ട് ഗൾഫിൽ ജോലിയുള്ള ഒരു എഞ്ചിനീയറുടെ ആലോചന വന്നു. ഞങ്ങൾ അവരുടെ നല്ല ഭാവി മാത്രമേ നോക്കിയുള്ളൂ. കല്യാണം പെട്ടെന്ന് തന്നെ അങ്ങ് നടത്തി. പയ്യന് ലീവും കുറവായിരുന്നു. അവളും അങ്ങ് ഗൾഫിലേക്ക് പോയി. ആ, അത് നന്നായി. എന്തായാലും മക്കളുടെ നല്ല ഭാവിയാണല്ലോ നമ്മളുടെ എല്ലാം ആഗ്രഹം. ഇവൾക്ക് ഇവിടെ വരുമ്പോൾ പിന്നെ കൂട്ടിന് വേറെ ആളില്ല എന്നുള്ളതാണ് ഇവളുടെ ഒരു വല്ലാത്ത വിഷമം. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഹലോ മോളെ. ഹലോ അമ്മേ. എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? മീനൂട്ടി എന്തെടുക്കുന്നു? മീനാക്ഷി ഉറങ്ങുന്നമ്മേ. നിന്റെ സ്വരം എന്താ മാറിയിരിക്കുന്നത്? പനിയുണ്ടോ അതോ വേറെ എന്തെങ്കിലും അസുഖം? എനിക്ക് മതിയായ അമ്മേ, ഞാൻ മടുത്ത്. അതെന്താ മോളെ? പ്രശാന്ത് ഏട്ടൻ എന്നോട് എപ്പോഴും വഴക്കാണമ്മേ. എന്തിനും ഏതിനും കുറ്റം. കുടിയാണെങ്കിൽ ഇപ്പൊ പണ്ടത്തേനെ കാട്ട് കൂടുതലാണ്. മോളെ, അമ്മയ്ക്കെല്ലാം മനസ്സിലാകും. പക്ഷേ ഇപ്പൊ 1.5 വയസ്സുള്ള ഒരു മോള് കൂടി നിനക്കില്ലേ? മോൾ അഡ്ജസ്റ്റ് ചെയ്യണം. സ്നേഹപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞാൽ അവന് മനസ്സിലാവും. ഞാൻ എത്ര അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? കുടിച്ചാൽ അയാൾക്ക് ബോധമില്ല. ചെയ്യുന്നതും പറയുന്നതും ഒന്നും അറിയില്ല. വെറുതെ ചീത്ത വിളിയും വഴക്കും. ഇപ്പൊ കുറച്ചു കാലമായി എന്നെ അടിക്കും ഇടിക്കും വരെ ചെയ്യുന്നുണ്ട്. മോള് പരമാവധി ക്ഷമിക്കണം. എത്ര കഷ്ടപ്പെട്ടാണ് ഈ കല്യാണം നടത്തിയതെന്ന് മോക്കറിയാലോ. കുഞ്ഞൊന്ന് വലുതായിയൊക്കെ വരുമ്പോ അതിന്റെ കളിയും ചിരിയൊക്കെ കാണുമ്പോ അവന്റെ സ്വഭാവമൊക്കെ മാറിക്കോളും. അച്ഛൻ വരട്ടെ, പ്രശാന്തനോട് സംസാരിക്കാൻ ഞാൻ അച്ഛനോടൊന്ന് പറയാം. ഞാൻ ഫോണ് വെക്കുന്നമ്മേ. ദേ, ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കല്യാണിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. 2-3 പ്രാവശ്യമായി വിളിച്ചപ്പോൾ പ്രശാന്ത് ഭയങ്കര മദ്യപാനമാണെന്നും കുടിച്ച് സ്ഥിരമായി ബഹളമുണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെയാണെന്ന് പറഞ്ഞു. കുറച്ച് നാളായി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അല്പം മദ്യപാനമൊക്കെ കാണും. നീ സ്നേഹപൂർവ്വം അത് മാറ്റിയെടുക്കണം. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാതെ എന്ത് പറയാനാ? ശരിയാ, പഴയതുപോലെ അല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പരസ്പരം സഹിച്ചും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അല്പം മടിയുണ്ട്. സാരമില്ല, ഞാൻ പ്രശാന്തിനോടൊന്ന് സംസാരിച്ച് നോക്കാം. അമ്മാവാ, അമ്മായി. എന്താ ദിനേശ, എന്തു പറ്റി നിനക്ക്? എന്താ? എനിക്കല്ല, പിന്നെ കല്യാണി പോയ ആ പ്രശാന്ത് ആള് ശരിയല്ല. അവൾ ആ കടുങ്കൈ ചെയ്ത അയ്യോ മോളെ, അവള് പോയി. അയ്യോ, അവള് എന്റെ മോളെ, എന്റെ മോളെ, ഞാനിത് എങ്ങനെ സഹിക്കും? നീ എന്തിനിത് ചെയ്തു മോളെ? അയ്യോ മോളെ, നീ എന്തിനത് ചെയ്തു?
ഞങ്ങളിത് എങ്ങനെ സഹിക്കും? എന്റെ കുഞ്ഞ് അവന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ ചെയ്തതാ. അയ്യോ എന്റെ മോളെ, നിനക്ക് ഗൾഫിൽ സുഖമായി ജീവിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. അയ്യോ ഞാൻ ഇതെങ്ങനെ സഹിക്കും? അയ്യോ അയ്യോ. തുടക്കം മാംഗല്യം തന്തുനാനേന ഇന്നെ ജീവിതം തുന്തുനാനേന. ശ്രീധരേട്ടാ, ഒരു ചായ. കഴിക്കാൻ എന്താ ഉള്ളത്? കഴിക്കാനൊക്കെ ആവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഒരു ചായ തരാം. ഓ ശരി, ചായയെങ്കിൽ ചായ. ഒന്നും കിടന്നേ. ആ റേഡിയോ എങ്കിലും ഒന്ന് ഓൺ ചെയ്യേട്ടാ, വല്ല പാട്ടെങ്കിലും കേൾക്കാമല്ലോ. ഇപ്പൊ പാട്ടിന്റെ സമയമൊന്നും അല്ലടാ പ്രേമ, വേറെ വല്ല പരിപാടിയായിരിക്കും. ആ നോക്കാം. ഡോക്ടറോട് ചോദിക്കുക എന്ന പരിപാടി തുടരുന്നു. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത സൈക്കോളജിസ്റ്റും ഫാമിലി കൗൺസിലറുമായ ഡോക്ടർ പൂർണിമ മോഹനാണ്. ഡോക്ടർ, കല്യാണം കഴിഞ്ഞ അധികമാകാത്ത പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത ഈയിടെയായി ധാരാളം കേൾക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ 3 പെൺകുട്ടികളാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്. നമ്മളുടെ പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ജീവിതം ഈയാംപാറ്റകളെ പോലെ നൈമിഷികമായി മാറുന്നത് എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസപരമായി നാം വളരെ മുന്നേറുമ്പോഴും പെൺകുട്ടികളുടെ ആത്മഹത്യകൾ പെരുകുന്നത് പുതുതലമുറയിലെ ബന്ധങ്ങളുടെ ശൈഥില്യമാണോ കാണിക്കുന്നത്? അതായത് വിദ്യാഭ്യാസം ഒരു പ്രധാന കാര്യം തന്നെയാണ്. എന്നിരുന്നാലും വിദ്യാഭ്യാസം മാത്രം കൊണ്ടെല്ലാം ശരിയാകുമെന്ന ധാരണ തെറ്റാണ്. വ്യക്തികൾ എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ പ്രതിഫലനമാണെന്ന് പറയാം. ചെറുപ്പം മുതൽ ഒരാൾക്ക് ലഭിച്ച ശിക്ഷണം, ബോധനം, സാമൂഹിക അവസ്ഥകൾ ഇതെല്ലാം അവരുടെ ജീവിതത്തെ സ്വാധീനിക്കും. ശരി. ഡോക്ടറുടെ അഭിപ്രായത്തിൽ നമ്മുടെ സമൂഹത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകേണ്ടത്? ആദ്യമായി വിവാഹത്തോടും കുടുംബജീവിതത്തോടുമുള്ള നമ്മുടെ ധാരണകൾ മാറണം. ആണായാലും പെണ്ണായാലും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടുക, സ്വന്തം കാലിൽ നിൽക്കുകയും വിവാഹത്തിന് മാനസികമായും ശാരീരികമായും പൂർണ്ണമായും ഒരുങ്ങിയിട്ടുണ്ട് എന്ന് സ്വയം ബോധ്യമാകുന്ന അവസരത്തിൽ മാത്രമേ വിവാഹം കഴിക്കാവൂ. അത് ഏതെങ്കിലും ബാഹ്യപ്രേരണയാൽ ധൃതിയിൽ നടക്കേണ്ട ഒന്നല്ല. പിന്നെ കല്യാണം കഴിച്ചയക്കുക എന്ന പദപ്രയോഗം തന്നെ നമ്മൾ ഒഴിവാക്കണം. അവർ എങ്ങും പോകുന്നില്ല, ഇത് എൻ്റെ വീടാണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം എന്ന വിശ്വാസം അവർക്കുണ്ടാകണം. കൂടാതെ സ്വന്തമായി ഒരു ജോലിയും വരുമാനവും ഉള്ളത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇതിനെല്ലാം ഉപരി ആരെങ്കിലും ഒക്കെ ഒപ്പമുണ്ട് എന്ന തോന്നൽ അവർക്ക് എപ്പോഴും വേണം. ഒന്ന് മനസ്സ് തുറക്കാനും അഭിപ്രായങ്ങളും വിഷമങ്ങളും പങ്കുവെക്കാൻ കഴിയുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങളോ അല്പം മാനസിക ഉല്ലാസത്തിനായി ഏതെങ്കിലും അസോസിയേഷനുകളിലെ അംഗത്വമോ ഒക്കെ ആകാം. എന്തായാലും ജീവിതം അമൂല്യമാണെന്നും എന്തു വില കൊടുത്തും ഞാൻ പ്രതിസന്ധികളെ അതിജീവിക്കുമെന്നുമുള്ള നിശ്ചയദാർഢ്യം അവർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ശ്രീധരേട്ടാ, എന്തൊക്കെയാ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? ഓ, ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക? ദാ ശ്രീധരേട്ടാ, ദാ ചായയുടെ പൈസ. ആ ശരിയാടാ പ്രേമ, എന്ത് ചെയ്യാനാ, കാലത്തിന്റെ ഒരു പോക്കേ.
சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடந்து வைத்த ஆசை. മീനൂട്ടി, ഈ കടലും തിരുമാലയും കാണാൻ എന്ത് രസമാണ് അല്ലേ മുത്തച്ഛ? കടൽ എത്ര കണ്ടാലും മടുക്കില്ല എന്നാണ് പറയാറ്. മുത്തശ്ശ, ഞാനിപ്പോഴും അത്ഭുത കാഴ്ച കണ്ടു. ഒരു കുട്ടി ആ തിരുമാലയ്ക്ക് എടുത്തു ചാടി, പിന്നെ കണ്ടില്ല. ഞാൻ പേടിച്ചു പോയി. പക്ഷെ കുറിച്ചു കഴിഞ്ഞ് ആ കുട്ടി കൂളായി നീന്തി കയറി വന്നു. അത് ഈ കടപ്പുറത്ത് താമസിക്കുന്ന ഒരു കുട്ടിയാണ്. അവന് കടലിൽ നന്നായിട്ട് നീന്താൻ അറിയാം. അത് അവൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. ആ അതെ, ശരിയാണ്. ആ മരം കണ്ടോ? അതിലൊരു കിളി ഇരിപ്പില്ലേ? ഒരു വലിയ കൊടുങ്കാറ്റ് വന്നാൽ ആ പക്ഷി എന്ത് ചെയ്യും? അത് പറന്നു പോകും. അതെ, അതിന് അതിൻ്റെ ചിറകിൻ്റെ ശക്തിയിലും പറക്കാനുള്ള കഴിവിലുമുള്ള ആത്മവിശ്വാസമാണ് അതിൻ്റെ ധൈര്യം. എനിക്കും പറക്കണം മുത്തശ്ശ. വലുതാകുമ്പോൾ എനിക്ക് ഒരു പൈലറ്റ് ആകണം. ആകാശത്ത് കൂടി പറഞ്ഞു നടക്കാൻ എന്ത് രസമായിരിക്കും. അച്ഛാ, എനിക്കും പൈലറ്റ് ആകണം. മുത്തശ്ശൻ എന്തോ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ആ മീനൂട്ടി, മുത്തശ്ശൻ പഴയ ചില കാര്യങ്ങളെല്ലാം ഓർക്കുകയായിരുന്നു. മോള് നന്നായി പഠിച്ച് ഒരു പൈലറ്റ് ആകണം. എന്നിട്ട് മോള് പറത്തുന്ന പ്ലെയിനിൽ എനിക്കും കയറണം. അങ്ങനെ ഒരു സക്സസ്ഫുൾ പൈലറ്റായി സ്വന്തം കാലിൽ നിൽക്കണം. പൈലറ്റ് ആകുമ്പോൾ ഞാൻ പറക്കുകയല്ലേ? അപ്പോൾ ഞാൻ സ്വന്തം ചിറകിലല്ലേ നിൽക്കേണ്ടത്? കാലിലല്ലല്ലോ. മോള് മുത്തശ്ശനെ തോൽപ്പിച്ചു കളഞ്ഞു, മിട്ടുമിടുക്കി. നേരം വൈകുന്നു മുത്തശ്ശ, നമുക്ക് പോകാം. ആ മോളെ, ശരിയാ, നേരം ഒത്തിരിയായി, നമുക്ക് പോയേക്കാം. മുത്തശ്ശ നിൽക്ക്, ഞാനും ഒപ്പമുണ്ട്.